സാഹോദര്യഭാവവും മനുഷ്യത്വവും പരസ്പര സഹകരണവും പരസ്പര വിശ്വാസവും എന്ന് പറയുന്നത് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം രൂപപ്പെടേണ്ടതും പരസ്പര ബഹുമാനത്തിലൂടെയും പരസ്പര പരിഗണനയിലൂടെയും ആർജിച്ചെടുക്കേണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും ഐക്യ കേരളമുണ്ടായി സഹവർത്തിത്തോടെ ജീവിച്ച ഒരു ജനതയ്ക്കിടയിൽ ഇത്രയും കാലം ഭരണകൂടത്തിൻ്റെ മുന്നണി പോരാളികളാവുകയും നിയന്ത്രിക്കുകയും ചെയ്തവർക്ക് അത് ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പരാജയ കാരണങ്ങളെ തികയുകയും ആ പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിഭാവങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയുമല്ലേ വേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത് കേരളം പോലുള്ള സഹകരണ മനോഭാവത്തോടെയും മതത്തിന് വിരുദ്ധമായും മതേതരത്വത്തിൻ്റെ ഉയർന്ന ഭാവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു സമൂഹത്തിനിടയിൽ എവിടെയാണ് ഇത്തരത്തിൽ നാം കുറ്റപ്പെടുത്തുന്ന ചിന്താധാര ഉയരെടുക്കുന്നത്? അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കാം, അദ്ദേഹത്തെ നമുക്ക് ഒറ്റപ്പെടുത്താം. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഇല്ലാതാകുമോ? നമുക്ക് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കാം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കൊരു ക്ലാസ് റൂമിൽ നിന്നും കുട്ടിയെ അടിച്ചു പുറത്താക്കാം, പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ? നൗഷാദ് അലി കേരളം ഏറെക്കാലം ഭരിച്ച മതേതരത്വത്തിന്റെ വക്താവ് പറയുന്നത് എന്താണ്? ഞാനതിന് ഉത്തരം പറയുന്നില്ല, ഞാനത് അവജ്ഞയോടെ തള്ളിക്കളയുന്നു. സർ, നമ്മുടെ കേരളത്തിൽ മലബാറിൽ ഒരു ജില്ലയിൽ അവിടുത്തെ ഒരു സമുദായ നേതാവ് പറയുന്നു, ഞങ്ങൾക്ക് ഇന്ന കണക്ക് പ്രകാരം ഞങ്ങൾ അവഗണിക്കപ്പെടുകയാണ്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി ലഭിക്കുന്നില്ല. ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അദ്ദേഹത്തിന് അതിന് ഉത്തരം പറയുന്നതിന് പകരം മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ചർച്ചയിലുള്ള എല്ലാവരും പറഞ്ഞു മലപ്പുറത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ല എങ്കിൽ അതല്ലേ പറയേണ്ടത്. ഇതിപ്പോ നോക്കൂ, ഈ സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അനുമതി കൊടുക്കേണ്ടത് പൊതുജനമോ അല്ലെങ്കിൽ സാമുദായിക സ്വാധീനമുള്ള ശക്തികളോ ഒന്നുമല്ലല്ലോ. അത് അനുവദിച്ചു കൊടുക്കേണ്ടത് സർക്കാരല്ലേ. അപ്പൊ ഇനി അഥവാ അനുവദിച്ചു കിട്ടുന്നില്ലെങ്കിൽ സർക്കാരിനോടല്ലേ പറയേണ്ടത്? അല്ലാതെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അതൊരു പ്രത്യേക സാമുദായിക വിഭാഗം കൂടിച്ചേർന്ന് താമസിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അതിനെ ചാപ്പ് കുത്തുന്നതും ഇതും തമ്മിൽ എന്താണ്? ഈ തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരാണോ അവിടുത്തെ ശക്തമായ സാമുദായിക വിഭാഗം? ആണോ? അവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആരാണ്? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവർ സ്വന്തമായിട്ട് ഒപ്പുവെക്കുന്ന തുല്യം ചാർത്തുന്ന പേപ്പർ അനുസരിച്ചാണോ അവരോട് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത്? അല്ല, സർക്കാരാണ്. അപ്പൊ ആ സർക്കാരിനെ അല്ലേ പറയേണ്ടത്? അല്ലാതെ അവിടെ ശ്വാസം കിട്ടുന്നില്ല, അവിടെ വേറെ രാജ്യമാണ്, അവിടെ വേറെ ലോ ആണ് എന്ന് പറയുന്നത് എന്തിനാണ്? മാധു, ഞാൻ മനസ്സിലാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കകത്ത് വെച്ചുള്ളൊരു ഹാൾ മീറ്റിങ്ങിലോ മറ്റോ പറഞ്ഞ കാര്യമാണ്. അതിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഈ ജില്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് വിട്ടാൽ ഞാനിത് വിശ്വസിക്കാം. പിന്നീട് അദ്ദേഹം എന്ത് പറഞ്ഞു, എന്താണ് പറയേണ്ടത് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ലല്ലോ മാധു. മാധുവിനും വേണമെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഉപദേശിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊന്നും അദ്ദേഹത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചതായിക്കൂടെ? എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം അദ്ദേഹം പറഞ്ഞു. അവർ ഇറങ്ങിപ്പോവാൻ നേരത്ത് കഴിഞ്ഞ UDFന്റെ കാലഘട്ടത്തിൽ പോലും ഞാൻ നമ്മുടെ കൈവശമുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളാക്കി തരാൻ ആവശ്യപ്പെട്ടു. ആ കാര്യം അദ്ദേഹം എവിടെയെങ്കിലും പറയണ്ടേ? ഇപ്പൊ നമ്മൾ ചർച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് വിമർശനം ഉന്നയിച്ചാലും അത് സർക്കാരിനെതിരെയാകണം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്, സമുദായ അംഗങ്ങൾ ഭയന്നു കഴിയുന്നു എന്ന രീതിയിൽ പറയുന്നത് എന്തിനാണ്? അങ്ങനെ ഏതെങ്കിലും ആ സമുദായത്തെ, ഞാൻ പേര് പറയാൻ തയ്യാറല്ല കേട്ടോ, വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന സമുദായം അവിടെ ഭയന്ന് കഴിയേണ്ട എന്തു സാഹചര്യമാണ് കേരളത്തിലുള്ളത്? മാധു, ഞാൻ ഒരു സമുദായത്തിന്റെയും പേര് ഈ ചർച്ചയിൽ മാധു എത്ര മെനക്കെട്ടാലും ഞാൻ അത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞ കാര്യം പറക്കും തിരിച്ചും കേട്ടു, ഒരുപാട് തവണ കേട്ടുപോയി. അല്ലെ, ഒരുപാട് തവണ ഞാൻ കേട്ടു. അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ജില്ലയാണെന്നോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതാണെന്നോ പറഞ്ഞത് ഞാൻ മനസ്സിലെ മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. നോക്കൂ, അദ്ദേഹം തന്നെ പറഞ്ഞു. അല്ല, ആ അവസ്ഥ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അവസ്ഥയെ അങ്ങനെ തന്നെ സാധൂകരിക്കാൻ BJPയുടെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടല്ലോ. ഡെമോഗ്രഫി ഇങ്ങനെ പോയാൽ ജനാധിപത്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഡെമോഗ്രഫിയിൽ ഏതോ ഒരു സമുദായത്തിന് കൂടുതൽ സ്വാധീനമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ കൂടി ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഭയന്ന് ജീവിക്കാനുള്ള എന്ത് സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്? എന്തു സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്? മാധു ഒരു കാര്യം ചെയ്യും, മാധു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കേരളത്തിലെ ഓരോ ജില്ല തിരിച്ച്
ഓരോ ജില്ലയിലെ ഇത്തരത്തിൽ മതഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും പ്രാദേശിക വിഭാഗങ്ങൾക്കും അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുക, പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുക. അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് അത് നിഷേധിക്കപ്പെടുന്നു? വണ്ടൂരിൽ ഞാൻ ഇതിന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു വിവരാവകാശ പത്രം 10 രൂപയ്ക്ക് വാങ്ങി എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ചായിരിക്കണം. അല്ലാതെ സാമുദായിക അംഗങ്ങൾ ഭയന്ന് ജീവിക്കുന്നു, അവിടെ ചിലർക്ക് തീവ്രവാദ പ്രവണത ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനം, അതുകൊണ്ടാണോ ഈ മെമ്മോറിയൽ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് 10 രൂപ പത്രത്തിൽ എഴുതി കൊടുത്താൽ അതിന് ആധികാരികമായ ഒരു രേഖയും സാമാന്യ ബുദ്ധിയുള്ളവർക്കും അരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവർക്കും കൊടുക്കാനുള്ള ഒരു രേഖയും ഇല്ല. പിന്നെ അത് പ്രവണതയല്ലേ, അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു പോകാൻ കഴിയുന്ന കാഴ്ചപ്പാടുള്ള ചില മനുഷ്യരുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം നിൽക്കുന്ന പ്രായത്തിൽ, അദ്ദേഹം നിൽക്കുന്ന സാമുദായിക സ്ഥാനത്തിൽ, അദ്ദേഹം നിൽക്കുന്ന ഉന്നതിയിൽ തിരുത്താൻ ഞാനാളല്ല, ഉപദേശിക്കാനും ഞാനാളല്ല. അങ്ങനെ ഒരാൾക്ക് തിരുത്താനും ഉപദേശിക്കാനും നിന്നുകൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഉന്നതി.